ഇതിൽ ആദ്യം ഞാനൊരു അടപ്പ് വെച്ചിട്ട് വട്ടം വരച്ചു. എന്നിട്ടത് പകുതിയാക്കി മുറിച്ച് ഒരു ഹാഫാക്കിയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നൊരു മല കയറുന്ന പോലെ ഒരു വരയും ഇവിടെ ഒരു ഒടിഞ്ഞൊരു വഴി പോലത്തെ ഒരു വഴി ഞാനിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വരയ്ക്കാനുണ്ട്. നമ്മളിവിടെ ഒരു മല വരയ്ക്കാം. നമുക്ക് അപ്പോൾ ഞാനിവിടെ മരത്തിൻ്റെ 2 മരം നമുക്ക് വരച്ച് 2 മലയും വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സൈഡിൽ നമുക്ക് വെട്ടിമുറിച്ചൊരു മരം നമുക്ക് വരയ്ക്കാം. മുറിഞ്ഞിരിക്കുന്നൊരു മരം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ അതൊരു ബോക്സ് പോലെ വരയ്ക്കും. എന്നിട്ടൊരു സെമി സർക്കിൾ അതിൻ്റെ മേലെ ഇങ്ങനെ വരച്ച് വെക്കും. ഇതൊരു മുറിഞ്ഞൊരു മരം പോലെ കളർ അടിക്കുമ്പോൾ നമുക്ക് ശരിയാവും. എന്നിട്ട് പിന്നെ ഇവിടെ ഒരു കരിഞ്ഞ് സൂര്യൻ്റെ വെയിൽ കൊണ്ട് കരിഞ്ഞിരിക്കുന്ന രീതിയിലുള്ളൊരു കമ്പ് മാത്രം നമുക്ക് വരച്ചു കൊടുക്കാം. അതിങ്ങനെ നിങ്ങൾ വരയ്ക്കാം. പിന്നെ ഓരോരോ ചില്ലകൾ, മരത്തിന് കുറേ ചില്ലകളുണ്ടാവില്ല, അങ്ങനെയാണ് ഓരോരോ ചില്ലകൾ ഇതിന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇവിടെയും നമുക്ക് വെട്ടിയൊരു തടി, ഇവിടെയും വെട്ടിയ തടി തന്നെ നമുക്ക് വരയ്ക്കാം. സെമി സർക്കിളാട്ടത് ഇത് മേലെ ഇങ്ങനെ നമ്മൾ വരച്ചാൽ സർക്കിൾ പോലെ നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ കൊടുത്ത് തുടങ്ങാം. ആദ്യം ഞാനുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ സൈഡിലത്തെ ഭാഗത്തിന് ഇവിടെ നമുക്ക് യെല്ലോ കളറ് കൊടുക്കാം. ഇങ്ങോട്ടേക്ക് നമുക്ക് യെല്ലോ കളർ കൊടുക്കാം. ലൈറ്റ് പച്ച നമുക്ക് കൊടുക്കാം. അതെ, ലൈറ്റ് പച്ച കേട്ടത്. ഇനി നമുക്ക് അപ്പോൾ ആദ്യം നമ്മളിവിടെ ലൈറ്റ് ഗ്രീൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സാപ്പ് ഗ്രീൻ അത് നമ്മൾ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാർക്ക് ഗ്രീൻ അല്ലത് എന്തോ ലാസ്റ്റ് ലെയർ ഡാർക്ക് ഗ്രീൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മഞ്ഞേൻ്റെ മേലൊക്കെ പച്ചയാവണം കേട്ടോ. മഞ്ഞ എത്ര എടുത്ത് കാണിക്കണ്ട, കുറച്ച് മതി. കഷ്ണം സ്പോഞ്ചല്ല, കോട്ടണാണ്. പഞ്ഞി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഡീപ്പ് ഗ്രീൻ എടുക്കുകയാണ്. ഈ ഗ്രീൻ നമുക്ക് ഈ മലേൻ്റെ പകുതി ഭാഗം ഇങ്ങനെ കൊടുക്കാം. ഒരു സ്ക്രാച്ച് വരച്ച പോലെ ആവുന്നുണ്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരച്ച് കണ്ടോ, ഇങ്ങനെ ആക്കണം കൊടുക്കുക. ഇതിനിങ്ങോട്ടേക്ക് നമുക്ക് സാധാ കളർ അടിക്കാം, സാധാ പോലെ അടിക്കാം. കണ്ടോ, ഒരു സ്ക്രാച്ച് രീതിയിൽ നമുക്ക് 2 മലേൻ്റെയും ലെഫ്റ്റ് സൈഡിലാക്കി ഇങ്ങനെ കൊടുക്കാം. ഇനി നമ്മൾ ലൈറ്റ് ബ്ലൂ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ ഈ ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കൊടുക്കാം. നമുക്ക് ഇങ്ങനെ പതുക്കെ കൊടുക്കാം.
കണ്ടോ? ഇനി നമുക്ക് ലൈറ്റ് ബ്ലൂ തന്നെ എടുത്തിട്ട് ഒന്നും കൂടി നമുക്ക് ലൈറ്റ് ബ്ലൂവിൻ്റെ സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഇടയ്ക്ക് ലൈറ്റ് ബ്ലൂ നമ്മുടെ ഫാബ്രിക്കിൻ്റെ കേട്ടോ. ഇനി നമ്മുടെ പെൻസിൽ എടുക്കുക, സാധാ പെൻസിൽ. പക്ഷെ ഇത് അപ്സരയുടെ ഡാർക്ക് പെൻസിലാണ്, നല്ല ഡാർക്ക് ഉണ്ട് അതിന്. അപ്പോൾ ഞാനത് മലേനെ ഔട്ട്ലൈനായിട്ട് ഇങ്ങനെ ഡാർക്കായിട്ട് വരച്ചെടുക്കുകയാണ്. ഈ സൈഡ് ചെയ്യാം. ഈ സൈഡിൽ നമ്മൾ അടിയിലത്തെ ലെയർ ഡാർക്കായിട്ട് ഒരു ബ്രൗൺ വെച്ചിട്ട് ഡാർക്കായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ നല്ല രീതിയിൽ ഡാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേൽ ആ ബ്രൗൺ തന്നെ ലൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഇതിന് നമ്മുടെ ഈ നിലം ഈ സൈഡിലത്തെ ആ ലാൻഡ് നമുക്ക് ഇനി നമുക്ക് ഡാർക്ക് പെൻസിൽ കൊണ്ട് നമ്മൾ ഈ ഉണങ്ങിയ ഈ ചെടിക്കും ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ക്രയോണോ സ്കെച്ച് പെണ്ണുകൊണ്ട് നമുക്ക് ഡാർക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഡാർക്ക് പെൻസിലുകൊണ്ട് ഡാർക്ക് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെട്ടി മുറിച്ച മരത്തിനൊക്കെ ബ്രൗൺ കളറ് ഡാർക്കാക്കി കൊടുക്കാം. ഡാർക്കായിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കാം ഡാർക്ക് പെൻസിൽ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് സ്കെച്ച് പെന്നുകൊണ്ട് ഡാർക്കായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലത്തെ മരത്തിന് നമുക്ക് ബ്രൗൺ കൊടുക്കാം. മരത്തിൻ്റെ ഇലങ്ങൾ വരച്ചെടുക്കാം. ഈ ഡാർക്കിൽ വെച്ചിട്ട് കുറച്ച് നമുക്ക് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ഇനി നമുക്ക് എർത്തിന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യം അതിന് നമ്മുടെ ലൈറ്റ് ഗ്രീൻ കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുക്കാം. നമുക്ക് ഇവിടെയും നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു, ആ സ്ഥലത്ത് നമുക്ക് ഗ്രീന് ഫുള്ളായിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് ബ്ലൂ കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്കി ബ്ലാങ്ക് ആയി കൊടുക്കുന്നത്. ഇവിടെ ഒരു ഹാഫ് ഉണ്ട്, ഈ ഹാഫിൻ്റെ ഇപ്പുറത്തേക്ക് നമുക്ക് ബ്ലൂ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഡാർക്ക് പെൻസിൽ വെച്ചിട്ട് ഇതിൻ്റെ ബോർഡേഴ്സ് ഒന്നും കൂടി ഡാർക്കാക്കി എടുക്കാം. ഇനി നമുക്ക് പെൻസിലിൻ്റെ ഷെയ്ഡ് ഇപ്പോഴത്തെ സൈഡ് റൈറ്റ് സൈഡ്, അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനപ്പോൾ ഗ്രേ കളർ എടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഓറഞ്ച് എടുത്തിട്ട് നമ്മുടെ ഈ ബോർഡറായിട്ട് ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെയും ഈ സ്ഥലത്ത് നമുക്ക് ഓറഞ്ച് കളർ അടിക്കാം. എന്നിട്ട് നമ്മൾ യെല്ലോ എടുക്കുക. എന്നിട്ട് ഈ ബാക്കി സ്ഥലത്ത് നമുക്ക് യെല്ലോയും കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേന്ന് എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നും കൂടി ഡാർക്ക് ആക്കാണ്. എൻവയോൺമെൻറ്റ് ഡേ. ബ്ലൂ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ട്. ഇനി നമുക്ക് ഡാർക്ക് പെൻസിൽ എടുക്കാം. നമുക്ക് ഡാർക്ക് പെൻസിൽ വെച്ച് ഇവിടെ 2-3 കിളികൾ നമുക്ക് വരച്ചു കൊടുക്കാം.
ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഒരു ഓറഞ്ച് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കാം. ഇത്രയും ഭാഗം കേട്ടോ കൊടുക്കേണ്ടത്. ബാക്കിയുള്ളിലേക്ക് നമുക്ക് യെല്ലോ ഷെയ്ഡായിട്ട് കൊടുക്കാം. ഇനി നമുക്ക് യെല്ലോ കൊടുക്കാം. നമ്മളിങ്ങനെ യെല്ലോ ആദ്യം കൊടുക്കാം. എന്നിട്ട് സ്പ്രെഡ് ചെയ്യണം നമ്മുടെ കൈ വെച്ചിട്ട്.